നിലമ്പൂരിലെ UDF സ്ഥാനാർത്ഥി ശ്രീ ആര്യാടൻ ഷൗക്കത്ത് അദ്ദേഹത്തിന്റെ പ്രചാരണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നത്. ഏറെ വൈകാരികമായാണ് താങ്കളുടെ പിതാവിന്റെയൊക്കെ അവസാന ആഗ്രഹമായിരുന്നു നിലമ്പൂർ തിരിച്ചുപിടിക്കണമെന്ന്. ഏതാണ്ട് 3 പതിറ്റാണ്ടോളം സ്വന്തമായിരുന്ന മണ്ഡലമാണ്. എന്താണ് വികാരം ഈ തുടങ്ങുമ്പോൾ? പറഞ്ഞല്ലോ, എന്റെ പിതാവ് എന്നതിനേക്കാൾ എനിക്ക് വ്യക്തിപരമായി എന്റെ പിതാവാണ്. പക്ഷേ ഈ ജില്ലയിലെ കോൺഗ്രസുകാർക്ക് എല്ലാവർക്കും പിതൃതുല്യനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഒരു അവസാന കാലത്ത് അദ്ദേഹത്തിന്റെ ഒരു അഭിലാഷം എന്ന് പറയുന്ന നിലമ്പൂര് UDF തിരിച്ചു പിടിക്കണമെന്നല്ലോ. അദ്ദേഹത്തിന്റെ അന്ത്യാഭിലാഷം. അതേപോലെ തന്നെ വി വി പ്രകാശ് ഒരു വലിയ പോരാട്ടം നടത്തി അത് മുഴുമിപ്പിക്കാനാവാതെ മടങ്ങിയ ഒരു വ്യക്തിത്വമാണ്. അവരുടെ രണ്ടുപേരുടെയും അഭിലാഷം പൂർത്തീകരിക്കുക എന്ന് പറയുന്ന ഒരു വലിയ ലക്ഷ്യം ഞങ്ങളുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വൈകാരികമായി പോകുന്നത്. സ്വാഭാവികമായി എന്തൊക്കെയായാലും ഈ സാഹചര്യത്തിൽ നിലമ്പൂര് തിരിച്ചുപിടിക്കാനുള്ള ഒരു വലിയ അനുകൂലമായ സാഹചര്യം ഇന്ന് നിലമ്പൂരിലുണ്ട്. അതിന് അദ്ദേഹത്തിന്റെ അനുഗ്രഹം തേടിയാണ് അവിടെ കബറിടത്തിലെത്തിയത്. അവിടുന്നാണ് ഇന്ന് പ്രചരണം ആരംഭിച്ചത്. ഈ രാഷ്ട്രീയ സാഹചര്യം UDFന് എത്രമാത്രം അനുകൂലമാണ്? സംസ്ഥാനത്തെ പൊതു സാഹചര്യവും നിലമ്പൂർ മണ്ഡലത്തിലെ സാഹചര്യവും. കേരളത്തിൽ ഇന്ന് ഈ 9 വർഷത്തെ LDFന്റെ ഭരണം ഉണ്ടാക്കിയ ദുസ്സഹമായ ദുരിതപൂർണമായ അവസ്ഥാവിശേഷം നമുക്ക് എല്ലാവർക്കും അറിയാം. അതിനെതിരെയുള്ള ശക്തമായ ഒരു പ്രതികരണം കേരളത്തിന്റെ ജനങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട്. അതിന്റെ ഒരു ബഹിസ്ഫുരണം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവും. മറ്റൊന്ന്, നിലമ്പൂരിലെ പ്രാദേശികമായിട്ടുള്ള വികസന മുരടിപ്പ്. നിലമ്പൂരിലെ മലയോര കർഷകരും ആദിവാസികളും കൂട്ടമായി വേട്ടയാടപ്പെടുന്ന അവസ്ഥാവിശേഷം. ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ വിഷയമായി തീരും. അതുകൊണ്ട് തന്നെ ഇത് പൂർണ്ണമായും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഈ UDFിൽ നിന്നും മണ്ഡലം കൈവിട്ടു പോയത് ഒരു PV അൻവറിന്റെ ഒരു ഫാക്ടറാണോ അതോ ഇടതുമുന്നണിയുടെ നേട്ടമാണോ? അങ്ങനെ ഒരു ഫാക്ടർ അല്ല, അങ്ങനെയല്ല. അതിലെല്ലാം ഉണ്ടാവുമല്ലോ, എല്ലാ കാര്യങ്ങളും അതിലുണ്ടാവും. എന്തായാലും എല്ലാവരെയും കൂട്ടുചേർന്നുകൊണ്ട് ഈ മണ്ഡലം തിരിച്ചുപിടിക്കുക എന്ന് മാത്രമല്ല, ഒരു നല്ല നിലമ്പൂർ UDFന്റെ കൊണ്ടുവന്ന വികസന പദ്ധതികൾ അതിന്റെ ഒരു പൂർത്തീകരണം നിലമ്പൂരിൽ ഉണ്ടാക്കുക എന്ന് തന്നെയാണ് നമ്മൾ പ്രധാനമായും ആഗ്രഹിക്കുന്നത്. ഈ അൻവർ നിങ്ങളോടൊപ്പം നിൽക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷെ അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ നിലപാട് അതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. അതൊക്കെ നമുക്ക് ചർച്ച ചെയ്യപ്പെടുമെന്ന് തന്നെയാണ് അൻവർ ഒപ്പം ഉണ്ടാവും തന്നെയാണ് കരുതുന്നത്. അതോ അങ്ങനെ അതൊക്കെ LDF നമ്മുടെ UDFിലെ നേതാക്കന്മാർ ചർച്ച ചെയ്ത് അത്തരം കാര്യങ്ങളൊക്കെ ഒരു തീരുമാനം ഉണ്ടാവും. ഞാൻ പറഞ്ഞു. ആദ്യം പിതാവിന്റെ കബറിടത്തിൽ പ്രാർത്ഥന നടത്തി തുറന്ന് ലിറ്റിൽ ഫ്ലവർ പള്ളിയിലെത്തി അദ്ദേഹം വൈദികരടക്കമുള്ളവരെ കണ്ട് ആശീർവാദം വാങ്ങി. ഇനി മറ്റ് പ്രധാനപ്പെട്ട ആളുകളെ കൂടി കാണുന്നതിനുള്ള ഒരു നീക്കം, അത്തരത്തിൽ പ്രചാരണം കൂടുതൽ ഊർജിതമാക്കാൻ തന്നെയാണ് അദ്ദേഹം ഇന്ന് തയ്യാറെടുക്കുന്നത്.